നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. ഇന്ന് വിശ്വകർമ്മ ജയന്തി. ഭാരതീയ സംസ്കാരം അനുസരിച്ച് തൊഴിലിൻ്റെ അധിഷ്ഠാന ദേവതയാണ് വിശ്വകർമ്മ ദേവൻ. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്ന പ്രമാണം പോലെ വിശ്വകർമാവിൻ്റെ സൃഷ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും എന്നാണ് വിശ്വാസം. ഭൂലോകം, ദേവലോകം, അതിലെ മനോഹര നഗരങ്ങൾ, കൊട്ടാരങ്ങൾ, മന്ദിരങ്ങൾ, ആയുധങ്ങൾ എല്ലാം നിർമ്മിച്ചത് വിശ്വകർമാവാണ്. ജഗത്തിൻ്റെ വാസ്തുശില്പിയായ വിശ്വകർമാവ് സകല കലാവല്ലഭൻ എന്നാണ് സങ്കല്പം. ചതുർബാഹുവാണ് വിശ്വകർമാവ്. ഒരു കൈയിൽ പുസ്തകമാണ്, മറ്റു കൈകളിൽ കയറും അളവുകോലുമാണ്. വിശ്വകർമാവ് സ്വയംഭൂവാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു നക്ഷത്രമോ തിഥിയോ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായി പറയാനാകില്ല. എങ്കിലും ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന കന്നി സംക്രാന്തി ദിനമാണ് വിശ്വകർമ്മ ജയന്തി. ബ്രഹ്മാവിൻ്റെ മകനാണ് വിശ്വകർമാവ് എന്നൊരു സങ്കല്പവുമുണ്ട്. പുരാണങ്ങളിൽ പറയുന്ന മയൻ, മനു, ത്വഷ്ടാവ്, വിശ്വജ്ഞൻ എന്നീ അസാമാന്യ പ്രതിഭകൾ വിശ്വകർമാവിൻ്റെ മക്കളോ ശിഷ്യരോ ആണെന്നാണ് സങ്കല്പം. എല്ലാത്തരം പണിയായുധങ്ങളും വിശ്വകർമാവാണ് സൃഷ്ടിച്ചത്. വിഷ്ണുവിൻ്റെ സുദർശന ചക്രം, ശിവന്റെ തൃശൂലം, ഇന്ദ്രന്റെ വജ്രായുധം എന്നിവ നിർമ്മിച്ചത് വിശ്വകർമാവാണത്രേ. നേപ്പാളിലും വിശ്വകർമ്മ ജയന്തി വിപുലമായി ആചരിക്കുന്നു. ഭാരതത്തിൽ ദേശീയ തൊഴിലാളി ദിനമായി വിശ്വകർമ്മ ജയന്തി ആചരിക്കുന്നു. തുടർന്ന് നമുക്ക് മനസ്സിന് അമൃതധാരയാകുന്ന ഗുരുവചനം കേൾക്കാം. ഈശ്വരൻ നമുക്ക് കനിഞ്ഞു നൽകിയ സൗഭാഗ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ പരാജയം. മാതാ അമൃതാനന്ദമയി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ഭക്തോ ഭക്തി ഗുണാവൃതി മുദമൃതാ പൂർണേ പ്രസന്നേ മനഃ കുംഭേ സാമ്പതവാംഘ്രി പല്ലവയുഗം സംസ്ഥാപ്യ സംവിദ്ഫലം സത്വം മന്ത്രമുദീരയൻ നിജശരീരാകാരശുദ്ധിം വഹൻ പുണ്യാഹം പ്രകടീകരോമി രുചിരം കല്യാണമാപാദയൻ. ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതം. ഭക്തിയാകുന്ന നൂലുകൾ കൊണ്ട് കെട്ടിയ കുംഭത്തിൽ സന്തോഷമാകുന്ന അമൃതജലം നിറച്ച് അതിനു മുകളിൽ അറിവാകുന്ന ശ്രീഫലകം അഥവാ നാളികേരം വച്ചതുകൊണ്ട് മാത്രം പുണ്യാഹമാകില്ല. തത്വപ്രദമായ മന്ത്രം ജപിച്ച് ശുദ്ധമാക്കണം.
ഭക്തി കൊണ്ട് സ്വയം വിശുദ്ധമാകുന്നു എന്ന് വെളിവാക്കുന്ന ശിവാനന്ദ ലഹരിയിലെ 36-ാം ശ്ലോകം ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കര കൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ 36-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. ഭക്തോ ഭക്തി ഗുണാവൃത്തേ മുദമൃതാ പൂർണ്ണേ പ്രസന്നേ മന കുംഭേ സമ്പതവഘ്രി പല്ലവയുഗം സംസ്ഥാപ്യ സംവിത് ഫലം. തൻ്റെ ഭക്തി ഭാവത്തെ കൊണ്ട് അന്തഃകരണത്തെ പരിശുദ്ധമാക്കുന്നതിനെ തീർത്തും കാൽപ്പനികമായൊരു ഭാഷയിലൂടെ അവതരിപ്പിക്കുകയാണ് ഭക്തൻ. സംവിത് ഫലം, ജ്ഞാനമാകുന്ന ഫലത്തെയും സ്ഥാപിച്ചു. സത്വം മന്ത്രമുദീരയൻ, സത്വപ്രധാനമായ മന്ത്രത്തെ ജപിച്ചുകൊണ്ട് നിജ ശരീരാകാരശുദ്ധിം വഹൻ, തൻ്റെ ശരീരമാകുന്ന കെട്ടിടത്തെ ശുദ്ധമാക്കിക്കൊണ്ട്, മന്ദിരത്തെ ശുദ്ധമാക്കിക്കൊണ്ട് പുണ്യാഹം പ്രകടീകരോമി, പുണ്യാഹത്തെ ചെയ്യുന്നു, പ്രകടമാക്കുന്നു. എങ്ങനെയാണ്? കല്യാണമാപാതയൻ, മംഗളത്തെ നേടാൻ വേണ്ടി. അപ്പോൾ മംഗളമായിരിക്കുന്ന ഫലമാണ് പുണ്യാഹം ചെയ്യുന്നത്. അപവിത്രമായി ഉള്ള അവസ്ഥയിൽ നിന്ന് ദേശത്തെ, മന്ദിരത്തെ പവിത്രമാക്കുന്നതിന്, മംഗളമാക്കുന്നതിന് വേണ്ടിയാണ് പുണ്യാഹം. അപ്പം അശുദ്ധ ഭാവങ്ങളെ മുഴുവൻ നീക്കി ശുദ്ധതയെ നേടുകയാണ് അവിടെ. ഇപ്പോൾ പുണ്യാഹത്തിന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് മനകുംഭേ, മനസ്സാകുന്ന കുംഭം. അപ്പോൾ ഒരു കലശമാണ്, കുംഭമാണ്. ആ കുംഭം മനസ്സാകുന്ന കുംഭമാണ്. എങ്ങനെയുള്ള മനസ്സ്? പ്രസന്നമായ, നിരന്തരമായ പരമേശ്വര ചിന്തനം കൊണ്ട്, വിചാരം കൊണ്ട് പരിശുദ്ധമാക്കി തീർക്കപ്പെട്ട മനസ്സ്, ഓളങ്ങളടങ്ങിയ മനസ്സ്. അങ്ങനെ പ്രസന്നേ മനക്കുംഭേ, ആ കുംഭത്തിന് പുറത്ത് ഭക്തിയാകുന്ന നൂലുകൊണ്ടാണ് ചുറ്റി 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 കുംഭത്തെ ആവരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭക്തിയാകുന്ന നൂലുകൊണ്ട് ആവൃതമായ കുംഭത്തിൽ ഭക്തൻ്റെ സന്തോഷമാകുന്ന അമൃതജലം നിറച്ച് ഭഗവാന്റെ കാലിണകളാകുന്ന തളിരിലകളെ വെച്ച്, ഇപ്പോൾ കലശത്തിൻ്റെ കുംഭം മനസ്സിൽ കാണുക, അതിൻ്റെ മുകളിൽ ആലുകൊണ്ടും മാവ് കൊണ്ടും, ആലിൻ്റെയും മാവിൻ്റെയും ഇലകൾ, തളിരിലകൾ വെച്ചിട്ടുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ഭഗവത് പാദങ്ങളാണ് ആ തളിരിലകൾ. അതിൻ്റെ മധ്യത്തിൽ ശ്രീഫലം വെച്ച്, നാളികേരം വെച്ച്. ഇവിടെ നാളികേരം എന്താണ്? അറിവാകുന്ന നാളികേരമാണ്, വിവേകമാകുന്ന നാളികേരമാണ്, ജ്ഞാനമാകുന്ന ഫലം. ആ ജ്ഞാനഫലത്തെ വെച്ച് ഇപ്രകാരമൊക്കെ ചെയ്തതുകൊണ്ട് പുണ്യാഹാവില്ല. സത്വം മന്ത്രമുദീരയൻ, സത്വപ്രധാനമായ ശുദ്ധികരമായ മന്ത്രത്തെ ജപിച്ചുകൊണ്ട്. ഇപ്പം ഭഗവൻ മന്ത്രം, ഭഗവൻ നാമം, അതുതന്നെ പരമമായ ശുദ്ധിയെ നൽകുന്ന മന്ത്രമാണ്. ഈശ്വരനാമമാകുന്ന മന്ത്രത്തെ ജപിച്ചുകൊണ്ട് നിജ ശരീരാകാര ശുദ്ധിം വഹൻ, തൻ്റെ ശരീരമാകുന്ന ആകാരം, ആകാരം മന്ദിരം, ശരീരമന്ദിരത്തെ ശുദ്ധമാക്കിക്കൊണ്ട് പുണ്യാഹം പ്രകടീകരോമി, ഞാൻ പുണ്യാഹത്തെ ചെയ്യുന്നു, പ്രകടമാക്കുന്നു. പുണ്യാഹ മന്ത്രങ്ങളെ കൊണ്ട് ആ ജലം പുണ്യാഹമായി, ശുദ്ധമായി, ശുദ്ധികരമായി. ആ ജലമാണ് പിന്നെ നമ്മൾ എല്ലായിടത്തും തളിച്ച് കർമ്മകാണ്ഡ പ്രതിപാദിതങ്ങളായ എല്ലാ കർമ്മങ്ങളുടെയും ആരംഭത്തിൽ പ്രദേശശുദ്ധി, പ്രാകാരശുദ്ധി ചെയ്യുന്നത്. എന്തിനാണിത്? കല്യാണമാപാദയൻ, മംഗളത്തെ നേടുന്നവനായിട്ട്, മംഗളഭാവത്തെ നേടുന്നവനായിട്ട്. ഇതാണ് അവിടെ കൽപ്പന. അപ്പം ഭക്തി കൊണ്ട്, ഭക്തിയും വിചാരവും എല്ലാം ചേർന്ന് തൻ്റെ ശരീരേന്ദ്രിയ മനോബുദ്ധികളാകുന്ന മുഴുവൻ ഉപാധികളും ചേർന്ന സംഘാതത്തെ പരിശുദ്ധമാക്കുന്ന ഭാവമാണിവിടെ. അങ്ങനെ ഭക്തി കൊണ്ട് സ്വയം ഇതാ പരിശുദ്ധമാവുന്നു, പരിശുദ്ധമാക്കുന്നു. ഭക്തി തന്നെയാണ് ഏറ്റവും പരമമായ പുണ്യാഹം. ഇതെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ഭക്തനാണ്.
ഭക്തൻ, ഭക്തിയോടൊത്തവൻ സേവകൻ. ഭജ് സേവായാം എന്നുള്ള ധാതുവിൽ നിന്നാണ് ഭക്തൻ, ഭക്തി തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം വരുന്നത്. ഇപ്പോൾ സേവകനാണ്, ഈശ്വര സേവ ചെയ്യുന്നവൻ. ഇങ്ങനെ പരിശുദ്ധിയെ തീർക്കുന്നു എന്നർത്ഥം. തുടർന്ന് 37-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആംനായാം ബുദ്ധിമാദരേണ സുമനഃസംഘ സമുദ്യന്മനോ മന്ധാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത്വാ മഥിത്വാ തതഃ സോമം കൽപ്പതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തരം ആസൗഭാഗ്യമാതന്വതേ. ആംനായാം ബുദ്ധിമാദരേണ സുമനഃസംഘ സമുദ്യന്മനോ മന്ധാനം ദൃഢഭക്തിരജ്ജുസഹിതം കൃത്വാ മഥിത്വാ തതഃ സോമം കൽപ്പതരും സുപർവസുരഭിം ചിന്താമണിം ധീമതാം നിത്യാനന്ദസുധാം നിരന്തരരമാ സൗഭാഗ്യമാതന്വതേ. ഇവിടെ ഭക്തൻ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് പുണ്യാഹത്തെ ചെയ്യുന്നതും മൊത്തം കല്യാണത്തെ നേടുന്നതും പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ 37-ാം ശ്ലോകത്തിൽ നിത്യാനന്ദത്തെ നൽകുന്ന നിരന്തരരമാ സൗഭാഗ്യം, നിരന്തരമായ ലക്ഷ്മീപ്രാപ്തിയുടെ സൗഭാഗ്യത്തെ ഭക്തൻ നേടുന്നു എന്ന് പറയുകയാണ്. മംഗളത്തെ നേടുന്നു, അനന്തരം ലക്ഷ്മിയെ നേടുന്നു, ഐശ്വര്യത്തെ നേടുന്നു. എങ്ങനെയാണ് ഐശ്വര്യത്തെ നേടുന്നത്? അതാണ് വർണ്ണിക്കുന്നത്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് വൈദിക ക്രിയകളെയും ക്ഷേത്രങ്ങളിലെ ആരാധനാക്രമങ്ങളെയും കുറിച്ചുള്ള ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിലേക്ക്. ഒരു ക്ഷേത്രത്തിൽ പലപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കാറുള്ളതും സാമാന്യമായി പറഞ്ഞ് കേട്ടിട്ടുള്ളതുമായിട്ടുള്ളൊരു കാര്യമാണ് ക്ഷേത്രത്തിൽ ഭഗവാന് ചൈതന്യലോപം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു പ്രക്രിയ. യഥാർത്ഥത്തിൽ ചൈതന്യലോപം എന്ന് പറയുന്നൊരു തലം ദേവന് സംഭവിക്കുന്നുണ്ടോ? ദേവൻ അങ്ങനെ ചൈതന്യം ലോപം സംഭവിക്കുമോ എന്നുള്ളത് സാമാന്യമായിട്ട് സാധാരണ ജനങ്ങൾക്ക് തോന്നാറുള്ളൊരു സംശയമാണ്. അങ്ങനെ ഒരു ചൈതന്യലോപം സംഭവിക്കുന്നതാണോ ഈ ഈശ്വരൻ എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ ചൈതന്യലോപം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പദം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ചൈതന്യത്തിന് അല്ല ലോപം സംഭവിക്കുന്നത്. നമുക്കും ഭഗവാനും ഇടയിൽ ഒരു മറ, അങ്ങനെ ഒരു മറ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ചൈതന്യലോപം എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെ അർത്ഥം. ആ ചൈതന്യലോപം സംഭവിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നമ്മളുടെ നിത്യനിദാനങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകളിൽ, ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള നിശ്ചയങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകളിൽ, ദ്രവ്യത്തിൽ വന്നിട്ടുള്ള ലോപങ്ങളിൽ, ദേവന് വിധിച്ചിട്ടുള്ളതല്ലാത്ത പുഷ്പങ്ങൾ ആരാധിക്കുമ്പോൾ, ദേവന് വിധിച്ചിട്ടുള്ളതല്ലാത്ത വിധത്തിലുള്ള ദ്രവ്യങ്ങളെ കൊണ്ട് നിവേദ്യം കഴിക്കുമ്പോൾ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ സംഭവിക്കുന്ന ചൈതന്യലോപങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾ ദോഷമായി ഭവിക്കുമ്പോൾ അതൊക്കെ ദേവൻ്റെ ഒരു ചൈതന്യലോപം പോലെ, ദേവനല്ല ചൈതന്യലോപം വരുന്നത്, ദേവനിൽ നിന്ന് നമ്മളിലേക്ക് അതിൻ്റെ പ്രസരണത്തിന് ഒരു ചൈതന്യം അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ അത് സംഭവിക്കുന്നു. അതിനെയാണ് ചൈതന്യലോപം എന്ന് പറയുന്നത്. അതിനെ നീക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. അത് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ആ ചൈതന്യലോപം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചൈതന്യലോപം എന്ന് പറയുന്ന പദം സാമാന്യമായിട്ട് ദേവൻ്റെ ചൈതന്യത്തിന് ലോപം സംഭവിക്കുന്നില്ല. പകരം ഈ ദേവൻ്റെ ചൈതന്യം നമ്മളിലേക്ക് കിട്ടുന്നത്, നമുക്ക് കിട്ടുന്നതിനുള്ള തടസ്സം ആയിട്ട് അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഗ്രഹണ സമയത്ത് സൂര്യന് മുന്നിൽ ചന്ദ്രൻ വരുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം ഭൂമിക്ക് കിട്ടാത്തതുപോലെ, സൂര്യഗ്രഹണം സംഭവിക്കുന്നത് പോലെ ഉള്ള ഒരു സംഭവമാണ് ഈ ചൈതന്യലോപം എന്ന് പറയുന്ന ഒരു പദത്തിൻ്റെയും അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പൂജാവിശേഷങ്ങളും ക്ഷേത്ര ചരിത്രവും മനസ്സിലാക്കി ദീപാരാധന തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. श्रीरुमा भारती भद्रा शर्वाणी विजया जया वाणी सर्वगता गौरी वाराही कमलप्रिया सरस्वती. പുരാണകാലം മുതൽ മുനിമാർ ധ്യാനത്തിനും തപസ്സിനും എന്നു വേണ്ട വേദങ്ങളും ഉപനിഷത്തുകളും രചിക്കാൻ വരെ വനങ്ങളാണ് തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് വേർപെട്ട് ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം വനം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ആധുനിക കാലത്ത് ഇന്ദ്രിയ മോഹങ്ങളിൽ നിന്നകന്ന് ധ്യാനാത്മകമായി മോക്ഷമാർഗത്തിലേക്ക് യാത്ര ചെയ്യാൻ നഗരമധ്യത്തിൽ തന്നെ ഇങ്ങനെയൊരു വനം ദേവിയുടെ അനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെടുന്നത് ഈ പ്രദേശവാസികളിൽ ഓരോരുത്തരുടെയും ജന്മപുണ്യം കൊണ്ട് തന്നെയാണ്. മുൻജന്മത്തിലെ പാപപുണ്യ കർമ്മങ്ങളിലൂടെയാണല്ലോ ഓരോ മനുഷ്യനും ഓരോ ദേശത്ത് സൃഷ്ടിക്കപ്പെട്ട് ജീവിച്ചു തുടങ്ങുന്നത്. ദ്വാപരയുഗത്തിലെ കൃഷ്ണാവതാര കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയാണ് ഇരിങ്ങോൾ ഭഗവതിയുടെ ചരിത്രകഥ പറയപ്പെടുന്നത്. ദേവകി വസുദേവന്മാരുടെ 8ാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നായിരുന്നല്ലോ. ദേവകിയെയും വസുദേവരെയും കാരാഗൃഹത്തിലടച്ച് 8ാമത്തെ പുത്രനെയും കാത്തിരുന്ന കംസന് മുന്നിൽ വന്നു ചേർന്നത് ഒരു പെൺകുഞ്ഞായിരുന്നു. 8ാമത്തേത് ആൺകുഞ്ഞല്ല എന്നറിഞ്ഞിട്ടും മരണഭയം പൂണ്ട കംസൻ ശൈശവരൂപത്തിലുള്ള പെൺകുഞ്ഞിനെയും കൊല്ലാനൊരുങ്ങി. പൊടുന്നനെ കുഞ്ഞ് ആകാശത്ത് ഒരഭൗമ തേജസ്സോടെ നിറഞ്ഞു നിന്നു. ദേവിയുടെ ആ ദിവ്യ തേജസ് ആദ്യമായി സ്പർശിച്ച ഭൂമിയെ ഇരുന്നോൾ എന്നറിയപ്പെടുകയും പിന്നീട് കാലക്രമേണ ഇരുങ്ങോൾ ദേവീക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. സർവ ചൈതന്യങ്ങളുടെയും പരാശക്തിയായി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞ ദേവിയെ ദർശിച്ച് അനുഗ്രഹം തേടാൻ വന്ന ദേവഗണങ്ങളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന മഹാവൃക്ഷങ്ങളെന്നും പറയപ്പെടുന്നു. വൃക്ഷങ്ങൾ സദാ ദേവിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ദേവീ ചൈതന്യം ഉൾക്കൊണ്ട് നിൽക്കുന്ന വൃക്ഷലതാദികളെ അനാവശ്യമായി തൊടാനോ ഉപദ്രവിക്കുവാനോ ആയിരക്കണക്കിന് വർഷങ്ങളായി ആർക്കും തന്നെ കഴിയുന്നില്ല എന്നതാണ് പരമമായ സത്യം. ഇവിടെ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഇലകളോ ഒരു ശിഖരം പോലുമോ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കും തന്നെ ധൈര്യമില്ല. കാരണമായി മുൻകാലങ്ങളിലെ പല തിക്താനുഭവങ്ങളും ദേശവാസികൾക്ക് പറയാനുണ്ട് എന്നതാണ് അത്ഭുതകരമായ കാര്യം. അങ്ങനെ ഈ വനത്തിനും മുഴുവൻ സംരക്ഷകയായും ഈ പ്രകൃതിയുടെ ആത്മതാളങ്ങളെ മുഴുവൻ ധ്യാനാത്മകമാക്കിക്കൊണ്ടും കുടികൊള്ളുന്ന ദേവിയുടെ ദർശന സൗഭാഗ്യത്തിനായി ഇവിടേക്ക് കടന്നുവരുന്ന ഓരോ ഭക്തരുടെയും ആത്മബോധങ്ങളിലേക്ക് ധ്യാനത്തിൻ്റെ ഏകാഗ്രത നൽകി സർവകോശങ്ങളെയും തേജോമയമാക്കി പ്രാണോർജത്തെ ശുദ്ധീകരിച്ച് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ആനന്ദോത്സവം പകർന്നു നൽകാൻ ദേവി ഇവിടെ വനദുർഗയായി കുടികൊള്ളുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ ഒന്നാണ് ഇരിങ്ങോൾ കാവ്. 44 ഇനത്തോളം പക്ഷികളും വിവിധ ഇനം ചെറുജന്തുക്കളും നിറഞ്ഞ ഇരിങ്ങോൾ കാവ് ജൈവ വൈവിധ്യത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നു. 1993 ഇവിടെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ സമീപവാസികളെ രക്ഷിച്ചത് ഈ കാവാണെന്ന് പറയാം. ഇക്കാരണം കൊണ്ട് തന്നെ
ഇരിങ്ങോൾ കാവിൻ്റെ സംരക്ഷണത്തിൽ തദ്ദേശീയർ ഏറെ ശ്രദ്ധിക്കുന്നു. ഈ ദിവ്യസങ്കേതത്തിൽ പതിക്കുന്ന മഴത്തുള്ളികൾ ഒട്ടും തന്നെ നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാൻ ഇടതൂർന്ന വേരുകളുടെ വലിയ ഒരു വല തന്നെ ഭൂമിക്കടിയിൽ അതിവിദഗ്ധമായി പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ എത്ര വേനൽക്കാലത്തും ഭീകര വരൾച്ച അനുഭവപ്പെട്ടാലും ഇവിടുത്തെ വനങ്ങൾ നിത്യഹരിതാഭയോടെ വർത്തിക്കുന്നു. ഇവിടുത്തെ കുളം തീർത്ഥക്കുളമാണ്. തൃണബിന്ദു മഹർഷി നിത്യം ഈ കുളത്തിൽ സ്നാനം ചെയ്താണ് വേദോപദേശം നൽകിക്കൊണ്ടിരുന്നത്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ച് നിശ്ചിത ദിവസം മനസ്സിൽ ധ്യാനിച്ച് ഇവിടുത്തെ പരാശക്തിയെ ദർശിച്ചാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതാണ്. ഇരിങ്ങോൾ ദേവിക്ക് ഉപദൈവങ്ങളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ക്ഷേത്രത്തിന് ചുറ്റും നിൽക്കുന്ന വൻമരങ്ങൾ തന്നെയാണ് ദേവിക്ക് ഉപദൈവങ്ങൾ. ബലിക്കല്ലിന് മുന്നിൽ തൊഴുത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്ന ശ്രീകോവിൽ കാണാം. ശ്രീകോവിലിന് മുന്നിലുള്ള വാതിലുകളിലെ ലോഹത്തകടുകളിൽ ദേവീ ശില്പം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. ക്ഷേത്രം പുതുക്കിപ്പണിയുവാനുള്ള പല ശ്രമങ്ങളും പല കാലഘട്ടങ്ങളിലും പരാജയപ്പെട്ടതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത്. കാരണം ഈ വനസൗന്ദര്യവും ഇവിടുത്തെ പൗരാണിക ദിവ്യ തേജസ്സും നഷ്ടമാകരുത് എന്ന് ദേവിക്ക് നിർബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഴമയുടെ എല്ലാ സൗഭാഗ്യങ്ങളും സ്ഥായിയായ ഭാവത്തോടെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. കരുണാപൂര തരംഗമതായൊരു മാതംഗി ജയ ഭഗവതി ജയ ജയ. ഇരിങ്ങോൾ ക്ഷേത്രത്തിൽ ദേവിക്ക് 3 ഭാവങ്ങളാണ്. രാവിലെ അഖില ലോക കലാദേവതയായ സരസ്വതി ദേവി. പ്രഭാത പൂജകളിൽ ദേവിക്ക് സോപാന സംഗീതം അർച്ചനയായി സമർപ്പിക്കപ്പെടുന്നു. വാണീ ദേവീം ഭജാമി ഭവദിം വാണീ ദേവീം ഭജാമി ഭവദിം വീണാപാണി വിലാസിനി. ഉച്ചയ്ക്ക് ദുർഗയായും വൈകിട്ട് കാളീഭാവത്തിലും കുടികൊള്ളുന്ന ദേവി ഭക്തരുടെ സർവ്വ പ്രാർത്ഥനകൾക്കും ദേവീ ദർശനം വഴി സഫലതയേകുന്നു. ഓരോ ദിവസവും ദേവിക്കായി സമർപ്പിക്കപ്പെടാനുള്ള പുഷ്പമായാണ് ഞാൻ വിടരുന്നത് എന്ന ഭക്തന്റെ മാനസം തൊഴുകൈകളുമായി ദേവിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെടുമ്പോൾ 100,000 ജന്മങ്ങളിലൂടെ മോക്ഷയാത്രയ്ക്കായി പ്രയാണം നടത്തുന്ന ആത്മാവിലേക്കു തന്നെയാണ് ദേവിയുടെ ചൈതന്യം പകർന്നു കിട്ടുന്നത്.